എന്റെ നമ്പർ എപ്പോ വരും? പെപ്സിയുടെ പഴയൊരു പരസ്യത്തിലെ ഡയലോഗാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുണ്ടോ? ഇല്ലേ. അടുത്ത ആരോപണം ആരുടെ നേർക്കാണ്? കാരണം സിനിമയിലെ സഹപ്രവർത്തകർ ഒന്നൊന്നായി ആരോപണ ശരങ്ങളേറ്റി പിടയുകയാണ്. നിവിൻ പോളിയെ പോലെയുള്ള ഒറ്റയാൾ പോരാട്ടങ്ങൾ ഒഴിച്ചാൽ മറ്റു പലരും പ്രതികരിക്കാതെ മൗനം പാലിക്കുകയാണ്. എന്നാൽ ധൈര്യത്തോടെ പ്രതികരിച്ചെത്തിയത് നടൻ ജഗദീഷും പൃഥ്വിരാജ് സുകുമാരനുമാണ്. കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും താരസംഘടനയ്ക്ക് പിഴവുകൾ സംഭവിച്ചുവെന്നും തുറന്നു പറയാൻ പൃഥ്വിരാജ് മടിച്ചില്ല. പാർവതി തിരുവോത്തിന് വിലക്കേർപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതിനും വളരെ മുൻപ് ആദ്യം വിലക്ക് ഏർപ്പെടുത്തിയത് തനിക്കാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. അത് ശരിയാണ്. 2023-24 കാലഘട്ടത്തിൽ താരസംഘടനയായ അമ്മ പൃഥ്വിരാജിനെ മലയാള സിനിമയിൽ നിന്ന് വിലക്കിയിരുന്നു. പൃഥ്വിരാജ് നായകനാകുന്ന സിനിമയോട് സഹകരിക്കുന്നതിൽ നിന്ന് പല താരങ്ങളും ആ സമയത്ത് പിന്മാറിയിരുന്നു. പൃഥ്വിയുടെ അഭിപ്രായ പ്രകടനങ്ങളിലുള്ള അസ്വസ്ഥത കാരണമാണ് സംഘടന പൃഥ്വിക്ക് വിലക്ക് കൽപ്പിച്ചത്. അക്കാര്യത്തെക്കുറിച്ച് പറയുകയാണിപ്പോൾ പൃഥ്വിയുടെ അമ്മ മല്ലിക സുകുമാരൻ. മലയാള സിനിമയിൽ പലപ്പോഴായി ഗ്രൂപ്പിസം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണമായിരുന്നു പൃഥ്വിരാജിനുണ്ടായ ഈ അനുഭവമെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. പൃഥ്വിരാജ് തുടക്കകാലത്ത് പല രീതിയിൽ ആക്രമിക്കപ്പെട്ടു. അന്ന് ആ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കാൻ മുന്നോട്ട് വന്നത് നടൻ മമ്മൂട്ടിയായിരുന്നുവെന്നും അതിനു കാരണം പൃഥ്വിയുടെ അച്ഛൻ സുകുമാരനാണെന്നുമാണ് നടി പറയുന്നത്. നടൻ സുകുമാരനുമായി മമ്മൂട്ടിക്ക് അടുത്ത സൗഹൃദമാണ്. ഇവർ ഒരുമിച്ച് നിരവധി സിനിമകളും ചെയ്തിട്ടുണ്ട്. പൃഥ്വിയെ ഇനി സിനിമയിൽ അഭിനയിപ്പിക്കില്ല എന്ന ഘട്ടം വരെ എത്തിയിരുന്നു. പൃഥ്വിരാജ് അന്ന് വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും മലയാള സിനിമയിലെ ചില പ്രത്യേക വ്യക്തികൾ അദ്ദേഹത്തെ ബാൻ ചെയ്തു. അന്ന് ഒപ്പം നിന്നവരിൽ ഒരാളായിരുന്നു നടൻ മമ്മൂട്ടി. മമ്മൂട്ടിയെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇന്നും മറക്കാൻ സാധിക്കാത്ത ഒരു സംഭവം മനസ്സിലുണ്ട്. പൃഥ്വിരാജിന് തുടക്കകാലത്ത് സംഘടനയിൽ നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. രാജു അഭിനയിക്കുന്നതിനെതിരെ മുദ്രാവാക്യം വിളികൾ വരെ ഉണ്ടായി. എന്തുകൊണ്ടാണ് രാജുവിനോട് എല്ലാവർക്കും ഇത്രയും ദേഷ്യമെന്ന് തനിക്കറിയില്ലായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയം രാജു 2-3 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. രാജു ഇനി സിനിമകൾ ചെയ്യരുതെന്ന് എല്ലാവരും പറയുന്നു. അന്ന് എല്ലാ താരങ്ങളും ചുറ്റിലും ഇരിക്കുമ്പോൾ മമ്മൂട്ടി തന്റെ അടുത്തേക്ക് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം നീട്ടിക്കൊണ്ടുപോയി അതുവഴി പൃഥ്വിരാജ് കുറച്ചു കാലം അവസരങ്ങളില്ലാതെ നടക്കണമെന്നും ഒരു കൂട്ടം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞിരുന്നു. ഒരു സോറി പറഞ്ഞ പ്രശ്നം തീർക്കാനാണ് മമ്മൂട്ടി പറഞ്ഞത്. പക്ഷേ സോറി പോരാ, വലിയ രീതിയിൽ തന്നെ മാപ്പ് പറയണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടതെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. മമ്മൂട്ടി വളരെ പൊളൈറ്റായിട്ടാണ് അന്ന് സംസാരിച്ചത്. കാരണം പൃഥ്വിരാജ് നടൻ സുകുമാരന്റെ മകനായതുകൊണ്ടാണ് അത്രയും സ്നേഹത്തോടെ പ്രശ്നം അവസാനിപ്പിക്കാൻ മമ്മൂട്ടി മുൻകൈയെടുത്തത്. പൃഥ്വിയുടെ കരിയർ തന്നെ നശിപ്പിക്കാൻ എല്ലാവരും ശ്രമിച്ചു. ആ പദ്ധതി തകർത്തതും മമ്മൂട്ടിയാണ്, മല്ലിക പറയുന്നു. കൂടാതെ മറ്റൊരു സംഭവവും നടി പറയുന്നു. ഒരിക്കലും ഞങ്ങൾ ഒരു സിനിമ എടുത്തു. അന്ന് മമ്മൂട്ടിയോട് ഡേറ്റിനെ കുറിച്ച് സംസാരിക്കാൻ സുകുമാരൻ എറണാകുളത്ത് വന്നിരുന്നു. അന്ന് മമ്മൂട്ടി പറഞ്ഞത്, സുകുവേട്ടൻ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടേണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്നായിരുന്നു. ഇങ്ങോട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ മര്യാദയും പാലിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. പിന്നെ ചൂടാവുമ്പോൾ മാത്രം കുറച്ചു പറയും. അതെല്ലാം 5 മിനിറ്റ് കൊണ്ട് കഴിയും. അഭിനയത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ മഹത്വം. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ആറ്റിറ്റ്യൂഡ്, പരോപകാരം എല്ലാത്തിലുമുണ്ട് അതെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. മമ്മൂട്ടിയെക്കുറിച്ച് പറയാൻ ചിലപ്പോൾ ഒരു പുസ്തകം എഴുതേണ്ടി വരും. സുകുമാരൻ ചേട്ടൻ പലപ്പോഴും പറയാറുണ്ട്, മമ്മൂട്ടി ശരിക്കും അദ്ദേഹത്തെ പോലെയാണെന്ന്. പറയേണ്ട കാര്യം ആരുടെ മുഖത്ത് നോക്കിയായാലും പറയും. ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം പുള്ളിക്കില്ല, മമ്മൂട്ടിക്കും, മല്ലിക സുകുമാരൻ പറയുന്നു.